ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതു മുതൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രയേലിനെയും ട്രംപിനെയും വിശ്വസിക്കാമോ? മറ്റെന്തെങ്കിലും നീക്കങ്ങൾക്ക് വേണ്ടിയാണോ ഈ വെടിനിർത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ആയത്തുള്ള അലി ഖൊമേനിയെ വധിക്കാൻ നെതന്യാഹു വീണ്ടും നീക്കം നടത്തുമോ? ഒരുപാട് നിരീക്ഷകരാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 26-ന് വെടിനിർത്തൽ നിലവിൽ വന്ന് ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടും കാര്യങ്ങൾ ശാന്തമാണ്. പക്ഷേ ആശങ്ക മാത്രം ഒഴിയുന്നില്ല. നെതന്യാഹുവിന്റെയും സംഘത്തിന്റെയും കുടില ബുദ്ധി ഏത് തരത്തിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പില്ല. അത് തന്നെയാണ് ആശങ്കകൾക്ക് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രതയിലാണ് ഇറാൻ ഉള്ളത്. പ്രത്യേകിച്ച് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ. ഇറാന്റെ അവകാശവാദങ്ങളോടും ഖൊമേനിയുടെ പരാമർശങ്ങളോടും കടുത്ത രോഷത്തിലാണ് ട്രംപ് എന്നാണ് മനസ്സിലാക്കുന്നത്. ട്രംപിന്റെ രോഷത്തെ നെതന്യാഹു മുതലെടുക്കുമോ എന്നുള്ളതാണ് സംശയം. മാത്രമല്ല, ആണവ ചർച്ചകൾക്ക് ഫോർമുലയായി പലസ്തീൻ വിഷയവും ഇറാൻ ഉന്നയിക്കുകയാണെങ്കിൽ ഇസ്രയേൽ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്.